ആറില്ലാത്തടുത്ത് ഡാം കെട്ടുകയും ബസ് പോയിട്ട് ഒരു ഓട്ടോ പോലും പോകാത്ത വഴിയിൽ കാത്തിരിപ്പ് കേന്ദ്രം പണിയുകയും മണലോ സിമന്റോ ഇല്ലാതെ പാലം പണിത് മിനിറ്റ് വെച്ച് ഞെട്ടിക്കുന്ന ഈ വെള്ളരിക്ക പട്ടണക്കാരെ കുറിച്ചാണ് ഇന്നത്തെ പ്രൈം ടൈം. മോളെ പറഞ്ഞോ. ഹലോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരുപാട് പദ്ധതികൾ ഒരുമിച്ച് പാസാക്കിയതിൽ അഴിമതിയുണ്ടോ എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടോ? ഷാബു, ഞാൻ പരത്തി പറയാണെന്ന് വിചാരിക്കരുത്. വഴി മുടക്കുന്ന പാർട്ടി അല്ല, വഴി നടത്തുന്ന പാർട്ടിയാണ് ഞങ്ങളുടേത്. ഞാൻ ഇടപെടുകയാണ്. അഴിമതിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. സുനന്ദയും കെ പിയും തമ്മിൽ ഗ്രൂപ്പ് പോരാണെന്ന് കേൾക്കുന്നതിൽ സത്യമുണ്ടോ? ദ പഞ്ചായത്ത് വാണ്ട്സ് ടു നോ. അതെ, ഞാൻ ചോദിക്കുന്നത് ഐയുടെയും എയുടെയും കാര്യം തന്നെയാണ്. ഗ്രൂപ്പ് വഴക്കൊന്നും ഞങ്ങൾ തമ്മിലില്ല. അതെ, ഇന്നിപ്പോ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുക്കാൻ പോകാനുള്ള വഴിക്കാശും ചെലവ് കാശും കെ പിക്ക് ഞാനല്ലേ കൊടുത്തത്. കണ്ട അവള് നിൽക്കിട്ട് താങ്ങാണ്. ഞാൻ അവളിന്ന് കാശ് വാങ്ങിച്ചു. ലീഡർ കാശ് വാങ്ങിച്ച എടാ, ഞാൻ എല്ലാ ദിവസവും ചെലവ് കാശ് വാങ്ങിക്കുന്നല്ലേ. ഈ കാര്യത്തിനാണ് ആ കാശ് എന്ന് പറയുന്ന കാര്യമുണ്ടോ? ആ കണ്ണാടിയുള്ള ഗാന്ധിയാണെങ്കിൽ മേടിക്കാം. അത് പറഞ്ഞപ്പോഴേ ഓർത്ത് നാളെ ഗാന്ധി ജയന്തിയാ. അത് ഓഗസ്റ്റ് 15-നല്ലേ? എടാ, നാളെങ്കിലും സുനിതര പെർഫോമൻസ് നമുക്കൊന്ന് കുറക്കണം. എനിക്കൊരു സീറ്റ് വേണം, എനിക്ക് കുറച്ച് ഓട്ട് വേണം. നീ മറ്റേ സാധനം സെറ്റ് ആക്കിയാ? ചക്ക മൂലക്കൊലിക്കുന്ന സെറ്റാണ്. എടാ മൈത്താണ്ടി ചക്കലട ചർക്ക ഇവിടെ ദൈവമേ. ആ ഇരിക്കുന്നത് കണ്ട. ഓ ഐറ്റം കറക്കന്ത്രം. ആ അങ്ങനെ ക്ലിയർ ആയിട്ട് പറ. ഇത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇപ്പൊ ഉണ്ട്. മേടിക്കാം. കിറോം കറക്കാം. നീ അത് ഇറക്കിയില്ലെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് പശുവിനെ കറക്കേണ്ടി വരും ഉറപ്പായിട്ടും. ഗുഡ് നൈറ്റ്. ഓ ശരി. എത്തിയാ? ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് തേച്ച് വെച്ചേക്ക. അതെ, ഈ പുതിയ നേതാക്കന്മാരെ പോലെ എത്രയും പെട്ടെന്ന് കളർ ഡ്രസ്സിലേക്ക് മാറിക്കോണം. ഈ കതറലക്കും കഞ്ഞി പിഴിഞ്ഞും ബാക്കിയുള്ളവന്റെ തോള് തെഞ്ഞു. തോള് കഴിഞ്ഞെങ്കിലേ കണക്കായി പോയി. നീ എന്നെ തേക്കാൻ നോക്കുവല്ലേ നാട്ടുകാർ മുമ്പിൽ കണക്കൊക്കെ പറഞ്ഞ്. ആരാ തേക്കാൻ നോക്കിയത്? എന്റെ റീത്ത് നീയല്ലേ ഇടമോട്ടിച്ചോണ്ട് പോയത്? ആഹാ, ഞാൻ ഫുൾ പേ ചെയ്ത് എന്റെ കലക്ക് റീത്തിന് പകരം നിന്റെ ഉണക്ക് റീത്ത് കടക്കാനല്ലേ. അവന് റീത്ത് വെക്കണ്ട. ഞാൻ പറഞ്ഞേക്ക്. എനിക്ക് എന്റെ റീത്തിന്റെ കാശ് കിട്ടണം. ഓഹോ, ഇതിന്റെ പ്രതികാരമായിരുന്നു ടി വിയിലൂടെ എനിക്കിട്ട് താങ്ങിയത്. കെ പിന്നെ തോപ്പിക്കാനാവില്ല മക്കളെ. കെ പി ലീഡറാണ്. ലീഡർക്ക് കുറച്ച് ചൂട് കട്ടൻ എടുക്കട്ടെ? വേണ്ട, ഞങ്ങൾ യൂത്തന്മാര് നല്ല ബിരിയാണി കഴിച്ചിട്ട് വന്നാൽ ഞങ്ങളുടെ പ്രകടനം കഴിഞ്ഞാൽ ഞങ്ങൾ യൂത്തന്മാർക്ക് അത് മസ്റ്റാണ്. അച്ഛാ, ഇന്നത്തെ സമരത്തിന്റെ വീഡിയോ കിട്ടി ലൈക്ക് അച്ഛൻ കണ്ടായിരുന്നോ? അത് കണ്ടിട്ട് ചോർച്ചില്ല ചേച്ചിക്ക്. ലൈക്കൊക്കെ തെണുത്ത് കിടപ്പുണ്ടല്ലോ. അസൂയ. UDP കാരെ കൂടെ പറപ്പാണല്ലോ. അച്ഛനാണെങ്കിലും ശരി, മോളാണെങ്കിലും ശരി. ചെറിയ ചെറിയ സ്വന്തം സമയത്ത് ഇങ്ങനത്തെ മാർക്ക് ഉണ്ടാവാറില്ല അച്ഛാ. അയ്യേ പിള്ളേരെ പോലെ. നോട്ടെ, ശരിക്ക് ചാഞ്ഞിട്ടുണ്ടല്ലോടാ. നീ വാ, മുറുകണ്ണ തേച്ചുതരാം. വാ. ചെന്നൈക്കാലേ ചെല്ല്. ചേച്ചി അധികം ചൂട് വേണ്ടട്ടോ, മേല് പൊള്ളുവേ. ഞാൻ നോക്കിക്കോളാം. അവിടെ ഒന്നും കുഴപ്പമില്ലെന്നേ. ഇങ്ങനെ ഡെയിലി കുഴമ്പിട്ട് തരാനൊന്നും എന്നെ കിട്ടത്തില്ല. നീ വേഗം ഒരു കല്യാണം കഴിക്കും. അങ്ങനെ ഡെയിലി കുഴമ്പിട്ട് ഇങ്ങനെ ഇരിക്കാൻ എന്നെ കിട്ടത്തില്ല. എനിക്ക് കല്യാണം കഴിക്കും ചേച്ചി. എന്റെ സീറ്റും കൂട്ടുന്നേ. സീറ്റും കല്യാണം തമ്മിൽ എന്ത് ബന്ധം? ബന്ധമുണ്ട്. ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷം കല്യാണം കഴിക്കൂ. എനിക്കിടുന്ന സീറ്റാണ് ചുമ്മാ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ചേച്ചിക്ക് അങ്ങോട്ട് തന്നത്. ഇനി നോ കോംപ്രമൈസ്. അത് പണ്ട്. എന്റെ സീറ്റ് എന്റെ തന്നെ. അത് വിട്ടു തരാനേ നല്ല മനസ്സില്ല. അതിനുള്ള വെള്ളം മോൻ അങ്ങ് വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചേക്ക് കേട്ടാ. നിനക്ക് ഈ പഞ്ചായത്ത് തന്നെ വേണമെന്ന് എന്താ അത്ര നിർബന്ധം? നീ വല്ല MLA MP ഒക്കെ ആവാൻ നോക്കും. അതല്ല ഞാൻ പറഞ്ഞേ, എനിക്ക് ആഘോഷപ്പെട്ട എന്താ? അതല്ല ഞാനും പറഞ്ഞേ, കല്യാണം കഴിക്കാൻ. എല്ലാരും കൂടി ഇതിന് ഉറങ്ങിക്കൂടി. സേഫ് ആണല്ലോ. ഓ ജസ്റ്റ് രക്ഷപ്പെട്ടു. അയ്യോ, വന്നല്ലോ സമരനായകൻ. ഇതൊക്കെ പൊടിയാണല്ലോ. ഉദ്ദേശിച്ചാണല്ലോ. ചേച്ചി ഇതിൽ വെക്കാൻ പറ്റിയ ഒരു 500 ഉണ്ടാവും. ഇടില്ല. അപ്പൊ ഒരു 1000 മതി. നീ നേരത്തെ 500 അല്ലേ ചോദിച്ചേ? അപ്പൊ കേട്ട് തന്നാ മതി. എന്തോ എങ്ങനെ? മോഷണം ലീഡർ KP യുടെ രക്തത്തിൽ ഇല്ലാത്തോണ്ട് മാത്രം ചോദിക്കാം. ഓഹോ, അപ്പൊ എന്റെ രക്തത്തിലുണ്ടെന്ന്, ഞാൻ കള്ളിയാണെന്ന്. ചേച്ചി ദേഷ്യപ്പെടുമ്പോ ചേച്ചിയുടെ മൂക്ക് ചെറുതായിട്ട് വളയുന്നുണ്ടോന്നൊരു സംശയം. അത് നിന്റെ കണ്ണിന്റെ വളവാ. വേറെ ചോദിക്കും. മുല്ലപ്പള്ളി സാറ് ചേച്ചിനെ കൊറേ അന്വേഷിച്ചിട്ടോ. അങ്ങനെ ചോദിച്ചു. എന്റെ മൂക്കിന്റെ വളവനെ പറ്റിയോ? ഇയാളധികം വളയ്ക്കണ്ട. ഇയാൾക്ക് എന്തോ വേണം? കാശ് വേണം, അത്രയല്ലേ ഉള്ളൂ. അശോ, അവിടെ ഉണ്ടായിരുന്നില്ലേ? അവിടെ നോക്കാൻ പറ്റില്ല. കുറേ ഉണ്ടല്ലോ.
ഈ സ്ഥലം ഇന്നും കൂടിയേ ഉള്ളൂ. പിന്നെ എനിക്ക് അത്ര വിശ്വാസമില്ല. എന്താ ചേച്ചി വലത്തെ കൈ ഉണ്ട് കടമൊന്നും മേടിക്കണല്ലോ. എഴുതി വെച്ചേക്കണല്ല അല്ലേ? നോക്കണ്ട, അത്രേ ഉള്ളൂ. അച്ഛാ വീടൊക്കെ പെയിന്റ് അടിക്കാറായിട്ടോ. ഫുള്ള് മാറാമ്പലും പൂപ്പലൊക്കെയാണ്. ഡാ ആ എപ്പോഴും എന്തിനാടാ അവളെ ഇങ്ങനെ പിഴിയുന്നേ? എനിക്ക് കിഫ്ബി മസാല ബോണ്ട് ഉണ്ടാക്കി വിറ്റ് പൈസ ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ എങ്ങനെയാണ്. വീട്ടുകാരും ഒന്നും നിനക്കറിയണ്ടല്ലോ. അച്ഛന്മാരിങ്ങനെ രാഷ്ട്രീയം കളിച്ച് അഴിമതിക്കാരെന്നുള്ള പേര് മാത്രം സമ്പാദിച്ചു വെച്ചാൽ മക്കളമാരിങ്ങനെ തെണ്ടേണ്ടി വരും. ക്വൈറ്റ് നാച്ചുറൽ, സ്വാഭാവികം. അതിൽ ഇവിടെ നടക്കുന്നത്. പോത്തിന് നിന്ന് ഏത്തവാഴ വിട്ടേക്കച്ചാ. വിട്ടേക്കുവാണേ. അച്ഛൻ റെസ്റ്റ് എടുക്കൂ, ചെല്ലു. സുരേഷ്